السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي رسولنا صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها المؤمنون، روى أحمد رحمه الله عن عائشة رضي الله عنها عن النبي صلى الله عليه وسلم رفع القلم عن ثلاثة: عن الصبي حتى يحتلم. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 3 കൂട്ടം ആളുകളിൽ നിന്നും പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. 3 കൂട്ടം ആളുകളിൽ നിന്നും പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അതിലൊരു കൂട്ടത്തെ, അല്ലെങ്കിൽ ഒന്നാമത്തെ കൂട്ടത്തെ ഈ റിവായത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അനി സബിയ്യി ഹത്താ യഹ്തലിം, കുട്ടിയെ തൊട്ട് അവൻ പ്രായപൂർത്തി എത്തുന്നത് വരെ. ഒരു കുട്ടി അവൻ വളർന്ന് പ്രായപൂർത്തി എത്തുന്നത് വരെ അവന് മുക്കല്ലഫല്ല, അതായത് അവൻ്റെ മേൽ തിന്മകളും നന്മകളും രേഖപ്പെടുത്തുന്ന അവസ്ഥയില്ല. അവൻ ചെയ്ത തിന്മകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ട അവസ്ഥയില്ല. ബാല്യം, കുട്ടിക്കാലം എന്നത് അവസാനിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ പ്രവേശിക്കുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും ചടുലമായ, ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ, ഊർജ്ജസ്വലത നിറഞ്ഞ, ഏറ്റവും പ്രൊഡക്റ്റീവായ ഒരു കാലഘട്ടമാണ് പിന്നീട് അവന് വന്നു ചേരാനുള്ളത്. ആ കാലഘട്ടത്തിൽ മുന്നേറിയ ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും ചരിത്രങ്ങളിൽ. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തുമായി മദീനയിലേക്ക് പോയ ആദ്യ ആളുകളിൽപ്പെട്ടവരായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ആരായിരുന്നു മുസ്അബ്? തൻ്റെ ഉമ്മയുടെ വാത്സല്യപുത്രനായ മുസ്അബ് ഇബ്നു ഉമൈർ. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പുരട്ടിയ സുഗന്ധം അത് മദീനയിലെ, അല്ലെങ്കിൽ മക്കയിലെ ആളുകൾക്ക് സുപരിചിതമായിരുന്നു. അങ്ങനെയുള്ള മുസ്അബ് ഇബ്നു ഉമൈർ, ധനാഢ്യനായിരുന്ന മുസ്അബ് ഇബ്നു ഉമൈർ, ആ മുസ്അബ് ഇബ്നു ഉമൈർ മദീനയിലേക്ക് പോവുകയും ഉഹദിന്റെ രണാങ്കണത്തിൽ വെച്ച് ഹിജ്റ 3 അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കഫൻ പുടവ തികക്കാൻ വേണ്ടി പുല്ല് വെച്ച് കൊടുക്കേണ്ടി വന്നിരുന്ന ചരിത്രം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹം മരണപ്പെടുമ്പോൾ 25 അല്ലെങ്കിൽ 30 ഇടയിലുള്ള പ്രായമാണ്. മുസ്അബ് ഇബ്നു ഉമൈർ ചരിത്രങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്നു. ഇന്നും യുവത്വം തുളുമ്പുന്ന പ്രായത്തിൽ മരണപ്പെട്ട അദ്ദേഹം ഇന്നും ഓർക്കപ്പെടുന്നു. 37-ാമത്തെ വയസ്സിലാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. 37-ാം വയസ്സിൽ 37-ാം വയസ്സിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ ഇഹ്തസ്സ അർശുർ റഹ്മാൻ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹ്മാന്റെ അർശ് അത് പ്രകമ്പനം കൊണ്ടു, അത് വിറകൊണ്ടു. ലിമൗതി സഅദിൻ, സഅദ് റളിയല്ലാഹു അൻഹു മരണത്തിനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, 37-ാമത്തെ വയസ്സുകൊണ്ട് എന്താണ് അദ്ദേഹം നേടിയെടുത്തത്?
മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ 38 വയസ്സായിരുന്നു. ആ 38 വയസ്സിൽ അദ്ദേഹം മരണപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം മരണപ്പെടുന്നതിനു മുമ്പ് ഹിജ്റ 8-ലോ ഹിജ്റ 20-ലോ അല്ലെങ്കിൽ 18-ലോ ആ ഒരു കാലഘട്ടത്തിലാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന് ശേഷം അദ്ദേഹം മരണപ്പെടുന്നത്. ഏതായാലും അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് അഅലമുൻ നാസി ബിൽ ഹലാലി വൽ ഹറാം, ജനങ്ങളിൽ ഏറ്റവും ഹലാലിനെ കുറിച്ചും ഹറാമിനെ കുറിച്ചും തിരിച്ചറിയുന്ന ആളാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ മുആദ് ബിൻ ജബൽ മരണപ്പെടുന്നത് 38-ാമത്തെ വയസ്സിലാണ്. സഹോദരങ്ങളെ, യുവത്വം തുളുമ്പുന്ന പ്രായത്തിൽ മരണപ്പെട്ടവർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സദസ്സിൽ വിളിച്ചിരുത്തുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു കാര്യം? ഞങ്ങളുടെ മക്കളുടെ പ്രായമുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നത്, അതും പ്രത്യേകിച്ച് ഈ വലിയ സദസ്സിൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്ന ഈ സദസ്സിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ എന്തിനാണ് ഇരുത്തുന്നത്? യുവാവായിരുന്നു, പക്ഷേ അന്ന് വെച്ച പരീക്ഷയിൽ വിജയിച്ചത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. യുവത്വം തുളുമ്പുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ വളരെ ചെറിയ പ്രായം മാത്രമുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നു. 10 വയസ്സോളമാണ് ഏകദേശം പ്രായം. കുട്ടിയായിരിക്കുമ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. 13-ാമത്തെ വയസ്സിൽ ബദറിൽ ശുഹദാക്കളായവരുണ്ട്. അതുപോലെ തന്നെ 15-ാം വയസ്സിൽ യുദ്ധത്തിൽ പങ്കെടുത്തവരുണ്ട്. 18-ന് യുദ്ധത്തിന് നേതൃത്വം നൽകിയവരുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ യുവത്വം ഉപകാരപ്പെട്ടവർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു, തീർച്ചയായും നന്മ എന്നാൽ അത് യുവത്വത്തിലാണ്. കാരണം അവിടെ ചെയ്യാനുള്ള അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദ് അവൽ ഫിത്യതു ഇലൽ കഹ്ഫി, ആ കഹ്ഫിലേക്ക് ആ യുവാക്കൾ കയറിയ സന്ദർഭം. സഹോദരങ്ങളെ, യുവത്വം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ സേവിച്ചവർ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് എവിടെയാണ് മുസ്ലിമീങ്ങളിലെ യുവാക്കൾ എന്ന് എൻ്റെ ശബ്ദം ഇന്നോ നാളെയോ ആയി ശ്രവിക്കുന്ന ആളുകൾ അത് ആലോചിക്കേണ്ടതുണ്ട്. എവിടെയാണ് യുവാക്കൾ? എവിടെയാണ് യുവത്വം? എന്താണ് യുവത്വം എന്നുവരെ നിർവചിക്കപ്പെടേണ്ടുന്ന അവസ്ഥയിലാണെന്ന് മുസ്ലിം സമൂഹമുള്ളത്. എവിടെയാണ് യുവത്വത്തിൻ്റെ ആരംഭം? യുവത്വത്തിൻ്റെ ആരംഭം എന്താണ്? പലപ്പോഴും ഐഡന്റിറ്റി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ തുടങ്ങുന്ന ഒന്നായിട്ടാണ് യുവത്വത്തിനെ പലർക്കും നിർവചിക്കാനുള്ളത്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഈ രൂപത്തിൽ നിർവചിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഒരിക്കലും യുവത്വം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അതല്ല. യാഥാർത്ഥ്യത്തിൽ യുവത്വം അതല്ല. മറിച്ച് യുവത്വം എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഒരു മനുഷ്യൻ പ്രായപൂർത്തിയാകുന്നത്, ഒരു കുട്ടി അവൻ പ്രായപൂർത്തിയാകുന്നത് എപ്പോൾ മുതലാണോ അന്ന് മുതൽ അവൻ യുവാവാണ്. അഡോളസെൻസ് എന്നും അതുപോലെ തന്നെ കൗമാരമെന്നുമൊക്കെ വിളിച്ചുകൊണ്ട് പല തക്ലീഫുകളും പല തിന്മകളെയും നന്മകളാക്കി എഴുതി കൊടുത്ത യുവാക്കളെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിറയെ കാണാം. അവൻ കൗമാരക്കാരനല്ലേ, അവൻ പ്രശ്നമില്ല, യുവത്വമായിട്ടില്ലല്ലോ, യുവാവല്ലല്ലോ, കൗമാരമല്ലേ. അല്ല സഹോദരങ്ങളെ, മറിച്ച് പ്രായപൂർത്തിയായ അന്ന് മുതൽ ഒരുത്തൻ യുവാവാണ്. അന്ന് മുതൽ അവൻ യുവാവാണ്. 3 കാരണങ്ങളാലാണ് ഇസ്ലാമിൽ ഒരുത്തൻ പ്രായപൂർത്തിയായി എന്ന് തിരിച്ചറിയപ്പെടുക. ഒന്ന്, അവന് 15 വയസ്സാവുക. ഒന്നുകിൽ അവന് 15 വയസ്സാവുക. 15 വയസ്സായി കഴിഞ്ഞാൽ അവൻ പിന്നീട് യുവാവാണ്. അവൻ ഇന്നലെ വരെയുള്ള കുട്ടിയല്ല. അവനെ സംബന്ധിച്ചിടത്തോളം 3 കൂട്ടം ആളുകളെ കുറിച്ച് അവരുടെ കണക്കുകൾ രേഖപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞ കൂട്ടരിൽ നിന്നും അവൻ പുറത്തു കടന്നിരിക്കുന്നു. അത് 2 കാര്യങ്ങൾ അതിനു മുമ്പ് സംഭവിച്ചിട്ടില്ലെങ്കിലാണ് 15 വയസ്സ് അതൊരു ലിമിറ്റാകുന്നത്. അതിനു മുമ്പ് സംഭവിക്കാവുന്ന മറ്റു 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇഹ്തിലാം, അതായത് അവനിൽ നിന്നും സ്വമേധയായോ അല്ലെങ്കിൽ ഉറക്കത്തിലോ മനിയ്യ് പുറപ്പെടുക. അവനിൽ നിന്നും മനിയ്യ് പുറപ്പെടുക. അങ്ങനെ പുറപ്പെട്ടു കഴിഞ്ഞാൽ അവൻ പിന്നീട് യുവാവാണ്, അവൻ കുട്ടിയല്ല.
ഇന്ന് മനീയ് പുറപ്പെട്ടാലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റെന്ത് തിന്മകൾ അരങ്ങേറിയാൽ പോലും ഇന്ന് അവനെ കുട്ടിയായിട്ടാണ് പലരും കണക്കാക്കുക. കുട്ടിക്ക് സംഭവിച്ചത് അല്ല സഹോദരങ്ങളെ, മനീയ് പുറപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പ്രായപൂർത്തിയായവനാണ്, അവൻ കുട്ടിയല്ല. മൂന്നാമത്തെ കാര്യം ഗുഹ്യരോമങ്ങൾ മുളക്കുക എന്നതാണ്. അവന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ രോമങ്ങളുടെ വളർച്ചയുണ്ടാവുക എന്നത് അവൻ കുട്ടിയായിരുന്നു, ഇന്നു മുതൽ കുട്ടിയല്ല എന്നതിനുള്ള മറ്റൊരു തെളിവാണ്. ഇതിലേതെങ്കിലും ഒരുത്തനിൽ അല്ലെങ്കിൽ ഒരുവളിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അന്നു മുതൽ കുട്ടിയല്ല, മറിച്ച് നന്മതിന്മകൾ രേഖപ്പെടുത്താൻ പ്രാപ്തമായ അതിനുവേണ്ടി പ്രായമെത്തിയ ഒരു യുവാവായി അവൻ മാറിക്കഴിഞ്ഞു. അന്നു മുതൽ അവന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെടുകയാണ്. പക്ഷേ എന്തുകൊണ്ടോ കൗമാരമെന്ന ഇരട്ടപ്പേര് വിളിച്ച് അല്ലെങ്കിൽ താലോല പേര് വിളിച്ച് യുവാക്കൾ അതിൻ്റെ പിറകിലാണ്. കൗമാരമല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാകും, കൗമാരപ്രായമല്ലേ, അഡോളസൻസ് അല്ലേ, ഇങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞ് തിന്മകൾക്ക് ലൈസൻസായി അഡോളസൻസിനെ, അതായത് കൗമാരത്തെ എഴുതി കൊടുക്കുന്ന അവസ്ഥയിലാണ് നമ്മളുടെ സമൂഹമുള്ളത്. പിന്നെ എവിടെ നിന്നാണ് മുആദ് ഇബ്നു ജബലും ഇബ്നു അബ്ബാസും അലി ഇബ്നു അബി താലിബും ഒക്കെ ഇന്നുണ്ടാവുക? അവരുടെ പ്രായത്തിലുള്ള കുട്ടികൾ ഞങ്ങളിന്ന് യുവാക്കളായി മാറിയിരിക്കുന്നു എന്ന് തിരിച്ചറിയാതെ പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ചെയ്യേണ്ട പ്രായങ്ങൾ, ഞങ്ങളും തിരിച്ചറിവിൻ്റെ പ്രായങ്ങൾ എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാത്ത അവസ്ഥയിലാണ് സമൂഹമുള്ളത്. സഹോദരങ്ങളെ, ഇന്ന് കൗമാരത്തിൽ കാണപ്പെടുന്ന ഒരുപാട് തിന്മകളുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടത് അവരുടെ മാതാപിതാക്കളാണ്. അവരെ വഴി നയിക്കേണ്ടത്, അവർക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവരുടെ മാതാപിതാക്കളാണ്. അല്ലെങ്കിൽ നാളെ പരലോകത്ത് റബ്ബന അരിനല്ലദീന അദല്ലാന മിനൽ ഇൻസി വൽ ജിൻ നജഅൽഹുമാ തഹ്ത അഖ്ദാമിന ലിയകൂന മിനൽ അസ്ഫലീൻ. അല്ലാഹുവേ, ഞങ്ങളെ പഴപ്പിച്ചവരായ ജിന്നുകളിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഞങ്ങളെ പഴപ്പിക്കാൻ കാരണമായ ആ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവാ, ഞങ്ങളവരെ ഞങ്ങളുടെ കാൽപാദത്തിന് താഴെയാക്കി മാറ്റട്ടെ എന്ന് നാളെ പരലോകത്ത് നമ്മളെക്കുറിച്ച് നമ്മളുടെ മക്കൾ പറയുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളുടെ വളർത്തലിനെ, പരിപാലനത്തിനെ പ്രത്യേകം നമ്മളെ ശ്രദ്ധ കൊടുക്കുവാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചു. ഒരു ഭക്ഷണം എങ്ങനെ കഴിക്കണം ചെറിയ കുട്ടിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. യാ ഗുലാം സമ്മില്ല കുൽ വകുൽ ബിയമീനിക് വകുൽ മിമ്മാ യലീക്. മോനെ ബിസ്മി ചൊല്ലി കഴിക്ക്, വലത്തേ കൈ കൊണ്ട് കഴിക്ക്, അതുപോലെ തന്നെ അടുത്തുള്ളതിൽ നിന്ന് കഴിക്ക്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു, മുറു ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്അ. നിങ്ങളുടെ മക്കൾക്ക് 7 വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് നിസ്കാരം കൽപ്പിക്കുക. നമ്മൾ കൽപ്പിക്കാറുണ്ടോ? ഫജ്ർ നിസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുക, നമ്മളുടെ മകൻ ഉറങ്ങുകയാണ്, ഫജ്ർ നിസ്കരിക്കാൻ വിളിക്കാറുണ്ടോ, കൽപ്പിക്കാറുണ്ടോ? 7 വയസ്സുള്ള മകൻ, 7 വയസ്സുള്ള മകനെ നമ്മൾ മറ്റ് നിസ്കാരങ്ങൾക്ക് വേണ്ടി കൽപ്പിക്കാറുണ്ടോ? ഇനി എപ്പോഴാണ് നമ്മൾ അവനെ അടിക്കേണ്ടത്? അവർക്ക് 10 വയസ്സായി കഴിഞ്ഞാൽ അവരെ അടിക്കണം. അതിൻ്റെ പേരിൽ എപ്പോൾ മുതൽ കൽപ്പിക്കണം, എപ്പോൾ മുതൽ അടിക്കണം? ഒരിക്കലും കൽപ്പിക്കുന്നതിന് മുമ്പല്ല അടിക്കുന്നത്, മറിച്ച് കൽപ്പിച്ച് 3 വർഷത്തോളം അവനെ അത് ശീലിപ്പിക്കണം. അങ്ങനെ പിന്നീട് അവനെ 10 വയസ്സായിട്ടും അവനതിന് ശീലിച്ചിട്ടില്ലെങ്കിൽ അടിച്ച് ശീലിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മക്കളെ പരിപാലിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, അതിനാൽ മക്കൾ ചെയ്യുന്ന തിന്മകൾ, അവർ ഇടപെടുന്ന സാഹചര്യങ്ങൾ, അവയെ നോക്കിക്കാണേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. പലപ്പോഴും ഇന്ന് സമൂഹത്തിൽ കൗമാരപ്രായക്കാർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ കാണിക്കുന്ന തിന്മകൾ വൃദ്ധർ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള തിന്മകളാണ്. കൊലപാതക ഭീഷണികൾ മുഴക്കുന്ന കൗമാരക്കാർ, കൗമാരം എന്നത് ഞാൻ ആ വാക്ക് കടമെടുത്തുകൊണ്ട് തന്നെ പറയട്ടെ, വധഭീഷണി മുഴക്കുന്ന കൗമാരക്കാർ, അതുപോലെ തന്നെ വ്യഭിചാരങ്ങളിൽ ഏർപ്പെടുന്ന കൗമാരക്കാർ, അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ മാഫിയകളിലെ നേതാക്കന്മാരായ കൗമാരക്കാർ. സഹോദരങ്ങളെ, എന്താണ് സമൂഹത്തിന്റെ അവസ്ഥ? പേര് കൗമാരവും
ഒന്നും ചെയ്യാൻ പാടില്ല. കൗമാരമാണ്. സഹോദരങ്ങളെ, ഇത് നമ്മളുടെ മക്കൾ വളർന്നു വരേണ്ട രീതിയല്ല. മറിച്ച് കൗമാരത്തിലുള്ള നമ്മളുടെ മക്കൾ ചെയ്തു വരുന്ന ഓരോന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ മക്കളിൽ പലരും ചെയ്തു വരുന്ന പല കാര്യങ്ങളും ദീനിൽ നിന്ന് പുറത്തു പോകുന്ന പല കാര്യങ്ങളുമുണ്ട്. നമ്മളുടെ മക്കൾ ചെയ്യുന്ന ചില വിഷയങ്ങൾ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിലൊന്നാണ് ശിർക്ക്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നതാണ്. പരീക്ഷയ്ക്ക് ജയിക്കണം. എന്ത് ചെയ്യുന്നു? ഇന്ന ഔലിയായുടെ ദർഗയിൽ കൊണ്ടുപോയി ഇത്ര രൂപ ഇട്ടാൽ പരീക്ഷയ്ക്ക് ജയിക്കും. അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി പേന പൂജിക്ക് വെച്ചാൽ പരീക്ഷയ്ക്ക് ജയിക്കും. എവിടെയാണ് അവന്റെ തവക്കുൽ? അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് തവക്കുൽ മടങ്ങുകയാണ്. എവിടെയാണ് കൗമാരക്കാരന്റെ വിശ്വാസം ഹനിക്കപ്പെട്ടത്? തൗഹീദിൽ നിന്നും അവന്റെ മനസ്സ് അത് പറിക്കപ്പെട്ടിരിക്കുന്നു, പിഴുതെറിയപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മളുടെ മക്കൾ എങ്ങോട്ടാണ് പോകുന്നത്? സമൂഹം എങ്ങോട്ടാണ് അവരെ വലിച്ചു കൊണ്ടുപോകുന്നത്? നമ്മൾ അറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇന്ന ശിർക ലദുൽമുൻ അദീം, നമ്മൾ അത് നമ്മളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ആ ആയത്ത് എന്താണ്? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, എൻ്റെ മോനെ, എൻ്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ ശിർക്ക് ചെയ്യരുത്. അല്ലാഹു അല്ലാത്തവരിൽ നീ പ്രതീക്ഷ അർപ്പിക്കരുത്. അല്ലാഹു അല്ലാത്തവരോട് നീ ദുആ ചെയ്യരുത്. ഇബാദത്തിന്റെ ഒരു ഇനവും അല്ലാഹു അല്ലാത്തവർക്ക് നൽകരുത്. കൊച്ചുകുട്ടിയോട് യാ ബുനൈ, എൻ്റെ പൊന്നുമോനെ, ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും അങ്ങനെ ചെയ്യുക എന്ന ശിർക്ക് അത് ഏറ്റവും വമ്പിച്ച പാപമാണെന്ന് സ്വന്തം മക്കൾക്ക് പറഞ്ഞു പഠിപ്പിക്കണം. സഹോദരങ്ങളെ, കൗമാരക്കാർ ചെയ്യുന്ന മറ്റൊരു പാതകത്തിൽപ്പെട്ടതാണ്. പല സ്കൂൾ പുസ്തകങ്ങളിൽ നിന്നും അവർ പഠിക്കുന്ന ഒരു പാഠമുണ്ട്. മനുഷ്യനുണ്ടായതെങ്ങനെയെന്ന് അവർക്ക് ചോദ്യപേപ്പറുകളിൽ അവർക്ക് കടന്നു വരുമ്പോൾ അവരതായി എഴുതുകയാണ്. എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്? ആദ്യം കുരങ്ങായിരുന്നു, പിന്നെ അത് പരിണമിച്ചുകൊണ്ട് അവൻ ഏപ്പായി, അതായത് മനുഷ്യക്കുരങ്ങായി, പിന്നീട് നിയാർത്തണ്ടാലും അതുപോലെ തന്നെയുള്ള മറ്റു കോലത്തിലുമുള്ള ആളുകളുമായി തുടർന്ന് അങ്ങനെ അവസാനം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടവൻ മനുഷ്യനായി എഴുതുകയാണ് ചോദ്യപേപ്പറുകളിൽ. ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് വിശ്വാസമുണ്ടായിട്ട് എഴുതുന്നതല്ല, മാർക്ക് കിട്ടാൻ വേണ്ടി എഴുതുന്നതാണ്. മാർക്ക് കിട്ടാൻ വേണ്ടി കുഫർ എഴുതി വെക്കുന്ന മക്കളെ നമ്മൾ എങ്ങനെയാണ് വാർത്തെടുക്കുന്നത്? എവിടെയാണ് കുഫർ പറയാനും കുഫർ എഴുതി വെക്കാനും നമുക്ക് സാവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളത്? കുഫർ പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുമതി തന്നിട്ടില്ല. മറിച്ച് ഒരേ ഒരു സന്ദർഭം, ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ, നിർബന്ധിതനായി കൊല്ലപ്പെടുമെന്ന് ഉറപ്പാണ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, പറഞ്ഞു പോയി റസൂലേ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. എങ്ങനെയുണ്ടായിരുന്നു ഹൃദയം? ഹൃദയം ഈമാൻ കൊണ്ട് ശാന്തമായിരുന്നു. എങ്കിലത് നിന്നെ ബാധിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു. ഏതവസ്ഥയിലാണ് നമ്മൾ എഴുതി വെക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് കണ്ണും മൂക്കും കാതും സൃഷ്ടിച്ചു തന്നിട്ട്, ആദം അലൈഹിസ്സലാമിന്റെ മക്കളായി വളർത്തിക്കൊണ്ടു വന്നിട്ട് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? കുരങ്ങിൽ നിന്നാണ് ഞാൻ ഉണ്ടായതെന്ന് കൗമാരക്കാരൻ എഴുതുകയാണ്. സഹോദരങ്ങളെ, പച്ചയായ കുഫറാണ്. നിർബന്ധിതനല്ലാതെ, നിർബന്ധിതനായാൽ എന്ന വാക്ക് ഞാനിപ്പോൾ ആവർത്തിച്ച് പറയുന്നതും മോശം തന്നെയാണ്. എവിടെയാണ് നിർബന്ധിതാവസ്ഥ? അങ്ങനെ ഒരവസ്ഥയില്ലാതെ എഴുതാൻ അവനോട് കൽപ്പിക്കപ്പെടുന്നു, അവൻ എഴുതുന്നു. സഹോദരങ്ങളെ, നമ്മളുടെ മക്കൾ കുഫറിലേക്ക് പോകാനുള്ള വഴികൾ നമ്മൾ അടക്കണം. അതുപോലെ തന്നെ കൗമാരക്കാരൻ വീണുപോകുന്ന മറ്റൊരു തിന്മയാണ് നിസ്കാരങ്ങൾ ഒഴിവാക്കുക എന്നത്. നിസ്കാരങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പത്തിലെ ശീലിപ്പിക്കപ്പെട്ടിട്ടില്ല മക്കൾ. അങ്ങനെ അവർ വളർന്നു വരുന്നു. അങ്ങനെ അതാ 13, 14, 15 വയസ്സിൽ, 15 വയസ്സാകണമെന്നില്ല പ്രായപൂർത്തിയാകാൻ. നമുക്കറിയാം, വാർത്തകൾ ഇന്ന് അനേകമാണ്. 13 വയസ്സായ കുട്ടി ഉണ്ടായിരിക്കും, പ്രായപൂർത്തിയായി. പ്രായപൂർത്തിയാകാൻ 15 വയസ്സാകണമെന്ന കണക്കില്ല. ഇത് രണ്ടും ഇല്ലെങ്കിൽ 15 വയസ്സ്, അങ്ങനെയാണ്. എന്നാൽ ആ പ്രായപൂർത്തിയായ മകൻ അവൻ എന്ത് ചെയ്യുന്നു? ഫജ്ർ നിസ്കരിക്കുന്നില്ല. ഇനി അവൻ പഠിക്കാൻ വേണ്ടി പോകുന്നു. ളുഹർ നിസ്കാരവുമില്ല, അസറുമില്ല.
ജുമുഅയോ ചിലർക്കുണ്ട്, ചിലർക്കില്ല. എന്താണ് അവസ്ഥ? അവൻ 15 വയസ്സോ അല്ലെങ്കിൽ പ്രായപൂർത്തിയായവനോ ആയി അവന് സ്കൂളിലോ അല്ലെങ്കിൽ അതുപോലുള്ള വിദ്യാലയങ്ങളിലോ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിലോ പോയി തിരിച്ചു വരുന്നവൻ, അവൻ ആ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? നിസ്കാരമില്ലാത്തവനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന അവസ്ഥ. സഹോദരങ്ങളെ, അതാണോ നമ്മളുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ തൃപ്തിപ്പെടുന്നത്? അങ്ങനെ ഒരവസ്ഥയിലേക്കല്ല നമ്മളുടെ മക്കളെ നമ്മൾ തള്ളിവിടേണ്ടത്. അങ്ങനെ ഒരവസ്ഥ നമ്മളുടെ മക്കൾക്കുണ്ടാകുന്നത് ഒരിക്കലും തൃപ്തിപ്പെടാൻ നമുക്കാകില്ല. കാരണം നിസ്കാരം ഒഴിവാക്കുക എന്നത് അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും തർക്കുസ് സ്വലാ, നമുക്കും അവർക്കും ഇടയിലുള്ള മറ എന്ന് പറഞ്ഞാൽ നിസ്കാരം ഒഴിവാക്കലാണ്. നിസ്കാരം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടി, അതിന് കല്യാണമാകട്ടെ കളിയാകട്ടമാകട്ടെ, അതുപോലെ തന്നെ ദുനിയാവിന് വേണ്ടിയുള്ള ഏതറ്റം വരെയുള്ള യാത്രയാകട്ടെ, നിസ്കാരം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടി ഒരു മുസ്ലിമിനുണ്ടാവുക പ്രായപൂർത്തിയെത്തിയ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനും പാടുള്ളതല്ല. ഇതറിയാത്തവരാണോ മുസ്ലിമീങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾക്ക് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്, ആരാണോ നിസ്കാരം ഒഴിവാക്കിയത് അവൻ കാഫിറാണ് എന്നത്. അങ്ങനെ കുഫറിലേക്ക് എത്തിക്കുന്ന, അതുപോലെ തന്നെ കുഫറിന്റെ ആളുകളെ പുകഴ്ത്തുന്ന, അല്ലാഹുവല്ലാത്ത ആരാധ്യന്മാരെ പുകഴ്ത്തുന്ന കവിതകൾ ഹിഫ്ള് ചെയ്ത് അത് പാടിക്കൊണ്ടിരിക്കുകയാണ്. അത് പാടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യൻ അവൻ അല്ലാഹു അല്ലാത്ത ആളുകൾക്കുള്ള ആരാധനയും ആരാധ്യരെയും വാഴ്ത്തി പാടുകയാണ്, ഹിഫ്ള് ചെയ്യുകയാണ്. നിർബന്ധിതനായിട്ടാണോ? നിർബന്ധിതനായിട്ടല്ല. മറിച്ച് ദുനിയാവിലെ എന്തെങ്കിലും അത് കിട്ടണം ഇത് കിട്ടണം എന്നതിൻ്റെ പേരിലാണ്. സഹോദരങ്ങളെ, ദുനിയാവിന് വേണ്ടി പടക്കപ്പെട്ടവരല്ല നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഞാൻ ജിന്നിനെയും മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്നെ ആരാധിക്കാനല്ലാതെയല്ല. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനാണ്? എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ്. ദുനിയാവിലെ മണിമാളികകൾ നിങ്ങൾ കെട്ടിയോ കെട്ടിയില്ലയോ, ഇതല്ല പരലോകത്തെ ചോദ്യം. മറിച്ച് ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചത് എന്തിനു വേണ്ടിയാണോ അത് സാക്ഷാത്കരിച്ചിട്ടാണോ തിരിച്ചു വന്നിട്ടുള്ളത് എന്നതാണ് ചോദ്യം. അതിനാണ് നാളെ പരലോകത്ത് പ്രതിഫലമുള്ളത്. അതിൻ്റെ പേരിലാണ് നാളെ ശിക്ഷയുള്ളത്, രക്ഷയുള്ളത്. സഹോദരങ്ങളെ, നമ്മളുടെ മക്കളെ നശിപ്പിച്ച് കളയാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അതുപോലെ തന്നെ കൗമാരപ്രായത്തിലുള്ള തിന്മകൾ, ആ പ്രായം, ആ ലൈസൻസ് വെച്ചുകൊണ്ട്, ആ പേരിൻ്റെ ലൈസൻസ് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തിന്മകൾ. പല ആളുകളും നിസ്കരിക്കും. പല ആളുകളുടെയും നിസ്കാരം എങ്ങനെയാണ്? അവരുടെ നിസ്കാരം ളുഹറും അസറും എല്ലാം സമയം കഴിഞ്ഞ്, ട്യൂഷനും കഴിഞ്ഞ് മഗ്രിബിന്റെ സമയത്ത് 4 കൂടി അല്ലെങ്കിൽ 3 കൂടി ഒരു നിസ്കാരം. അങ്ങനെ ഒരു നിസ്കാരം ദീനിലില്ല. മറിച്ച് ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിസ്കാരം എന്ന് പറഞ്ഞത് എല്ലാ മുഅ്മിനീങ്ങൾക്കും സമയബന്ധിതമായ ഒരു നിസ്കാരമാണ്. അത് അമലാണ്, പ്രവർത്തനമാണ്. ആ സമയത്തിന് ഇപ്പുറത്തോ അപ്പുറത്തോ ആ നിസ്കാരം ശരിയാവുകയില്ല. ആ നിസ്കാരം പാഴാക്കിക്കൊണ്ടിട്ടുള്ള, ആ നിസ്കാരത്തിന്റെ സമയത്ത് നിന്ന് തെറ്റിച്ചുകൊണ്ടുള്ള ഒരു നേട്ടവും ദുനിയാവിൽ നമ്മളുടെ മക്കൾക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നമ്മളൊന്ന് തുലനം ചെയ്യുക, നമ്മളൊന്ന് തുലാസിൽ വെച്ച് നോക്കുക. എനിക്കറിയാം ഞാൻ പറയുന്ന പല വാക്കുകളും കയ്പുള്ളതാണ്, മുറിവേൽക്കുന്നതാണ്, ദഹിക്കാത്തവയാണ്. പക്ഷേ ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ വാക്കുകൾക്ക് മധുരമുണ്ടാകും. ഇന്ന് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ശരിയായിരുന്നല്ലോ ഈ പറഞ്ഞത് എന്ന ഓർമ്മയുണ്ടാകും. പക്ഷേ ഓർമ്മയുണ്ടായിട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ഖാല അല്ലാഹു അസ്സ വജൽ വലാ തഖ്റബു الزിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല,
നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച കൽപ്പനയാണ്. അത് വളരെ മോശമാണ്, നിന്ദ്യമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൂറത്തു നൂറിൽ പഠിപ്പിച്ചു, വ്യഭിചാരിണിയെയും വ്യഭിചാരിയെയും 100 അടി അടിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അവർ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത്രമാത്രം അപകടകരമായ വ്യഭിചാരം. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ അവരാരാണ്? അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാണ്, ഒരാളെയും അന്യായമായി കൊല്ലാത്തവരാണ്, അവർ വ്യഭിചരിക്കാത്തവരാണ്. അത് ചെയ്താൽ യൽഖ അസാമ, അതിന്റെ പാപഫലം അവൻ കണ്ടെത്തുന്നതാണ്. യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദ് ഫീഹി മുഹാന, അന്ത്യനാളിൽ അവന്റെ ശിക്ഷ ഇരട്ടിപ്പിക്കപ്പെടും, അവൻ അതിൽ നിന്ദ്യനായിക്കൊണ്ട് നിത്യവാസിയായിരിക്കുമെന്ന് റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അത്രമാത്രം അപകടം നിറഞ്ഞ വ്യഭിചാരം. അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലാ തഖറബൂ, അതിലേക്ക് നിങ്ങൾ അടുക്കരുതെന്നാണ്. എന്നിട്ട് നമുക്ക് പലതും പഠിപ്പിച്ചു തന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്നത്തെ കൗമാരക്കാരന്റെ അവസ്ഥ എന്താണ്? അഭിമാനം പറയുകയാണ്, ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അഭിമാനമാണ്, മോശമല്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയി എന്ന് ആരും അറിയല്ലേ എന്നല്ല, മറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നതാണ്. അതറിഞ്ഞാൽ ഞാനൊരു പവറുള്ള ആണായി, ഞാനൊരു അഭിമാനമുള്ളവനായി, കൂട്ടുകാർക്കിടയിൽ അഭിമാനമുള്ള ഒരുത്തനായി മാറി. ആ അവസ്ഥയിലാണെന്ന് കൗമാരമുള്ളത്. ആ കൗമാരം ഒരിക്കലും കൗമാരമല്ല, യുവത്വമാണവർ, യുവാക്കളാണവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നന്മതിന്മകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ. ഈ വമ്പിച്ച തിന്മയും നിസാരമായാണ് കൗമാരം കാണുന്നത്, ആ പ്രായക്കാർ കാണുന്നത്. കാരണം ഈ പേരാണ് കൗമാരം. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലേക്ക് അടുക്കരുതെന്ന് പറഞ്ഞു, എന്നാൽ അതിന്റെ വക്കീലാണെന്ന് എല്ലാ കൗമാരക്കാരും. وقل للمؤمنين أن يغضوا من أبصارهم ويحفظوا فروجهم. മുഅ്മിനീങ്ങളോട് പറയും, അവരുടെ കണ്ണുകൾ താഴ്ത്തണം. എവിടെയാണ് കണ്ണുകൾ താഴ്ത്തുന്നവർ? എവിടെയാണ് കണ്ണുകൾ താഴ്ത്തുന്നവർ? വിദ്യാലയങ്ങളിലേക്ക് പോകുന്നു, അവിടെയുള്ള ആളുകളുടെ ഔറത്തുകളിലേക്ക് നോക്കുന്നു, അതിനൊരു തടസ്സവുമില്ല. പല ആളുകളും വരുന്നത്, പല സ്ത്രീകളും വരുന്നത് വയറ് കാണുന്ന കോലത്തിലുള്ള അവസ്ഥയിലാണ് പല സ്ത്രീകളും അവിടേക്ക് വരുന്നത്. അരമണിക്കൂറോളം അവരെയാണ് അവൻ നോക്കേണ്ടത്. എന്താണ് അവസ്ഥ? പറയുന്ന വാക്കുകൾ കയ്പുള്ളതാണ്, എനിക്കറിയാം. പക്ഷേ ഇത് പറയാതെ നിവൃത്തിയില്ല. നമ്മൾ മനസ്സിലാക്കാതെ, നമ്മൾ ആലോചിക്കാതെ, ഒരു പുനർവിചിന്തനം നടത്താതെ നിർവാഹമില്ല. മുഅ്മിനാത്തുകളോടും പറയും, അവരും കണ്ണുകൾ താഴ്ത്തണം. അതാ സഹോദരനും സഹോദരിയുമാണ്, ബ്രദറാണ്, സിസ്റ്ററാണ്. എല്ലാ കൂട്ടുകാരികളും ബ്രദേഴ്സും സിസ്റ്റേഴ്സുമാണ്. ക്ലാസ്സിലുള്ളവരുമെല്ലാം ബ്രദേഴ്സാണ്, സിസ്റ്റേഴ്സാണ്. എന്താണ് അവസ്ഥ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം തബ്റാനി റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ലഅൻ യുത്അന അലാ റഅസി റജുലിൻ ബിമിഖ്യത്തിൻ മിൻ ഹദീദിൻ ഖൈറുൻ ലഹു മിൻ അൻ യമസ്സ ബിംറഅത്തിൻ ലാ തഹില്ലു ലഹു. അവന് അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിനെ തൊടുന്നതിനേക്കാൾ ഒരു പുരുഷന് നല്ലത് അവന്റെ തലയിൽ ഒരു ഇരുമ്പാണി അടിക്കുന്നതാണ്. ആരാണ് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് ആണും പെണ്ണും സ്പർശിക്കാത്ത സദസ്സുകളുള്ളത്? ഷെയ്ഖ് ഹാൻഡുകളില്ലാത്ത സദസ്സുകളുള്ളത് എവിടെയാ? കല്യാണങ്ങൾ, ഫംഗ്ഷനുകൾ, അതുപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ, ഷെയ്ഖ് ഹാൻഡ് ഇല്ലെങ്കിൽ അവൻ സ്നേഹമില്ലാത്തവൻ, ഇവൾ ആളുകളോട് പെരുമാറാൻ അറിയാത്തവൻ, സാമൂഹ്യ ജീവിതത്തിൽ പറ്റാത്തവർ. തൊടുന്നതിനേക്കാൾ നല്ലത് ആണിയടിക്കുന്നതാണെന്ന് പറഞ്ഞു പഠിപ്പിച്ച റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വദ്ദുഖൂൽ അലൻ നിസാ, സ്ത്രീകളുടെ അടുക്കലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് അതിന് പേടിയുള്ളത്? ആരാണ് സൂക്ഷിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വത്തഖുദ് ദുനിയ വത്തഖുൻ നിസാ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം, സ്ത്രീകളെ സൂക്ഷിക്കണം. ആരാണ് സൂക്ഷിക്കുന്നത്? സഹോദരങ്ങളെ സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കൗമാരമെന്ന് വിളിക്കപ്പെടുന്ന ചോരത്തിളപ്പുള്ള കാര്യങ്ങൾ ആദ്യമായി അറിഞ്ഞു തുടങ്ങിയ ആ പ്രായത്തിൽ മറ്റു പ്രായങ്ങളെക്കാൾ അപകടമാണ്. കാര്യങ്ങൾ പുതിയതായി ശരീരത്തിൽ പല മാറ്റങ്ങളും അവൻ അനുഭവിക്കുന്നുണ്ട്. അവൻ പുതിയതായി പലതും അറിയുന്നുണ്ട്, പല വാർത്തകളും എത്തുന്നുണ്ട്, അവൻ തിരിച്ചറിയുന്നുണ്ട്. അതാ സ്കൂളിലും മറ്റുമുള്ള അധ്യാപികമാർ അവനുമായി പലയിടത്തും കറങ്ങി നടക്കുന്നു. തിരിച്ചെത്തുമ്പോഴേക്ക് പല അവസ്ഥകളിലാവുന്നുണ്ട്. എന്താണ് അവസ്ഥ? ഇത് കേൾക്കുന്ന കൗമാരക്കാരന്റെ ചോര തിളക്കും. നമ്മളുടെ മക്കളെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. അതിനാൽ സഹോദരങ്ങളെ, ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ മക്കൾ തിന്മകളിൽ പെടാതിരിക്കാൻ, നമ്മളുടെ മക്കൾ ഈ ഉമ്മത്തിനെ പുതുക്കി വാർക്കുന്ന അലി ഇബ്നു അബി താലിബ് ആകാൻ, മുആദ് ഇബ്നു ജബലാകാൻ, സഅദ് ഇബ്നു മുആദാകാൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയാകാൻ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ആകാൻ, അങ്ങനെയുള്ള അതുപോലെ തന്നെ നുഅ്മാൻ ഇബ്നു ബഷീർ ആകാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അങ്ങനെയുള്ളവരായി തീരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതല്ലാതെ തിന്മകളിൽ ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഭാഗം തിന്മകളിലായി വിഹരിച്ച് അള്ളാഹു നിർബന്ധമാക്കിയവയെ കളഞ്ഞുകുളിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല കുഫ്റാക്കി കാണിച്ചു തന്നവയെ പറഞ്ഞ് ഉല്ലസിച്ച് ജീവിതം അവന്റെ ആ നല്ല പ്രായം അവസാനിച്ച് കഴിയുമ്പോൾ ഇനിയൊന്ന് നന്നാവണം എന്ന് പറയുന്ന അവസ്ഥയിലേക്കല്ല നമ്മൾ നമ്മളുടെ മക്കളെ തള്ളിവിടേണ്ടത്. മറിച്ച് അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനനുസരിച്ച് നടക്കുന്ന, ദുനിയാവിന്റെ വിഷയങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ പഠിക്കുന്ന, ദുനിയാവ് പഠിക്കണ്ട എന്നല്ല പറഞ്ഞത്, മറിച്ച് ദുനിയാവ് പഠിക്കണം. എങ്ങനെ പഠിക്കണം? ഹലാലായ രൂപത്തിൽ പഠിക്കണം, ഹറാമുകളില്ലാതെ പഠിക്കണം, പരിശുദ്ധമായ രീതിയിൽ പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള അവസ്ഥകൾ നമ്മളുടെ നാടുകളിൽ വരാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. സഹോദരങ്ങളെ, അതിനാൽ നമ്മൾ നമ്മളുടെ മക്കളെ സൂക്ഷിക്കുക. ഹറാമുകളിൽ നിന്ന്, കുഫറിൽ നിന്ന്, ശിർക്കിൽ നിന്ന് അവരെ തടയുകയും ഇസ്ലാമിൻ്റെ, സത്യത്തിൻ്റെ, നന്മയുടെ പാതയിലേക്ക് അവരെ പിടിച്ച് മുന്നിലേക്ക് നയിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ദീനിൻ്റെ ഇസ്സത്ത് അതെവിടെ കളഞ്ഞു കുളിച്ചു എന്നതാണെങ്കിൽ ഇങ്ങനെയൊക്കെ അത് പോയിട്ടുണ്ട്. തിരിച്ചു പിടിക്കേണ്ടത് നമ്മളാണ്, നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തുള്ള ഒരു സമൂഹത്തെ വീണ്ടും ഈ ദീനിന്റെ ആളുകളായി കൊണ്ടുവരും തീർച്ച. പക്ഷെ അത് നമ്മളായിരുന്നെങ്കിൽ, നമ്മളുടെ മക്കളായിരുന്നെങ്കിൽ എന്ന ആഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളിൽ നിന്നും വഴിമാറി സഞ്ചരിക്കാൻ തൗഫീഖ് ലഭിക്കപ്പെടുന്ന ആളുകളിൽ നമ്മളെയും നമ്മളുടെ സന്താനങ്ങളെയും കൂട്ടുകുടുംബാദികളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ നമുക്കും നമ്മളുടെ കുടുംബക്കാർക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകം മുഴുവനുമുള്ള ഇസ്ലാമിൻ്റെ യുവാക്കൾ അവർ പല രൂപത്തിൽ പല നിലക്കുമായി കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം അത് ഇത്രമാത്രം പ്രയാസങ്ങളിലൂടെ മുസ്ലിമീങ്ങൾ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ നിന്ദിക്കപ്പെടുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിലും അതൊന്നും ഞങ്ങളുടെ പ്രശ്നമേ പ്രയാസമോ ഒന്നും തന്നെയല്ല എന്ന രൂപത്തിൽ നടന്നു പോകുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയെല്ലാം ഈ ദീനിൻ്റെ വക്താക്കളായി, ഈ ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സഹായിക്കുന്ന ആളുകളാക്കി അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിച്ച് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്ന, ദുഃഖിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ പ്രയാസങ്ങൾ
ദൂരീകരിക്കുമാറാകട്ടെ. ഗസയിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങളുണ്ട്. ആ സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രയാസപ്പെടുന്ന ഒരുപാട് രാജ്യങ്ങളിൽ മനുഷ്യരുണ്ട്. ആ രാജ്യങ്ങളിൽ പല ആളുകളുടെയും പ്രവർത്തനങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിലുള്ള ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅ الدين. اللهم أعز الإسلام والمسلمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات والحمد لله رب العالمين.